Hi friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇലക്ട്രോണിക്സിലെ ഓരോ ഡയഗണൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ സർക്യൂട്ട് കാണുമ്പോൾ നമ്മൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലോ പോയി കാണുമ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് അതായത് ഇലക്ട്രോണിക്സ് സർക്യൂട്ട് എന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കമ്പോണൻറ്റ് വെച്ചിട്ടല്ല കാണിച്ചു തരുന്നത്, കമ്പോണൻറ്റ് സിമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സിമ്പിൾ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചിട്ട് എന്താണ് ആ ഒരു കമ്പോണൻറ്റ് നമുക്ക് തിരിച്ചറിയുള്ളൂ. അത് നമുക്ക് നോക്കാം ഏതൊക്കെ കമ്പോണൻറ്റ് എന്തൊക്കെ സിമ്പിളിലാണ് നമുക്ക് പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഈ ഒരു വര പോലെയാണ് നമുക്ക് റെസിസ്റ്റൻസ് നമുക്ക് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എഴുതുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഇൻഡക്ടർ നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇൻഡക്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇതേപോലത്തുള്ള ഒരു ചുരുള് പോലെയാണ് നമുക്ക് ഇൻഡക്ടറിനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ സർക്യൂട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡക്ടറൊക്കെ കാണുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഇൻഡക്ടറിനെ അവിടെ ഉറപ്പിച്ചിട്ടുണ്ടാവുക. അതുപോലെ നമ്മൾ കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 2 പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പ്ലേറ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കപ്പാസിറ്ററിൽ കാണുന്നത്. ഇതേപോലത്തുള്ള 2 പ്ലേറ്റുകളാണ് കപ്പാസിറ്ററിൽ കാണുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഡയോഡാണ്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പൊതുവേ എല്ലായിടത്തും ഉപയോഗിച്ച് വരുന്നൊരു സംഭവമാണ് ഡയോഡ്. ഇത് സാധാ ഡയോഡാണ്, അതായത് സിലിക്കൺ ഡയോഡ് അല്ലെങ്കിൽ ജർമ്മൻ ഡയോഡാണ് ഇവിടെ വരുന്നത്. സീന ഡയോഡ് വേറെയാണ്, അതിൻ്റെ സിമ്പിൾ വ്യത്യാസമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്, എന്താണ്, സാധാ ഡയോഡാണ്. ഇതിൻ്റെ എന്താണ് പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയുന്നത് ഇത് നെഗറ്റീവാണ്, അതുപോലെ തന്നെ ഇത് പോസിറ്റീവാണ്. കാരണം ഈ ഒരു ആരോ പോയിന്റ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ചുമര് പോലെ കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. എവിടെ നിന്ന് വരുന്ന കറണ്ടിനെ, ഇങ്ങനെ നിന്ന് വരുന്ന കറണ്ട്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു ഡയോഡ് പ്ലേസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് അടുത്തൊന്ന് നോക്കുന്നത് DC വോൾട്ടേജ് സോഴ്സാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. പോസിറ്റീവ് എഴുതിയിട്ടുള്ളത്, അതായത് ഒരു പ്ലേറ്റ് വലുതായിട്ട് കാണുന്നത് അത് പോസിറ്റീവാണ്. തൊട്ടിപ്പുറത്ത് തന്നെ ചെറുങ്ങനെ ഒരു പ്ലേറ്റ് കാണുന്നെങ്കിൽ അത് നമ്മുടെ നെഗറ്റീവാണെന്ന് പറയാം. അതിനാണ് നമ്മൾ DC വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത് നോക്കുന്നത് AC സോഴ്സാണ്. AC സോഴ്സ് വരുമ്പോൾ നിങ്ങൾക്കൊരു സൈൻ വേവ് പോലുള്ള ഈ ഒരു സംഭവം കാണാൻ സാധിക്കും. AC വീട്ടിലൊക്കെ മറ്റേ AC ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് AC വരുന്നത് സൈൻ വേവ് വഴിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൈൻ വേവിൻ്റെ ആ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സീന ഡയോഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണുന്നത് സീന ഡയോഡാണ്. അതായത് ഇതൊരു സീന ഡയോഡാണ്. ഇത് തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് ആ ഒരു ചുമര് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ചുമരും അതുപോലെ തന്നെ 2 വടിയും അതിൻ്റെ താഴെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ സീന ഡയോഡിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, ഡയോഡും സീന ഡയോഡും ഒരേപോലെയാണ്, പക്ഷേ ആ ഒരു വടിയിൽ നിന്നാണ് നമുക്ക് സീന ഡയോഡാണ് അത് അല്ലെങ്കിൽ അതൊരു ഇതാണോ, അതായത് ഇതാണ് നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ഒരു സിമ്പിളിലാണ് ട്രാൻസിസ്റ്റർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസിസ്റ്റർ 2 രീതിയിലുണ്ട്, PNP NPN. അത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടി ആ ഒരു ആരോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് NPN ഏതാണ് PNP നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ